എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുച്ചരണങ്ങളിൽ ശ്രീമദ് മഹാഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 39-ാമത്തെ അധ്യായം. രാമകൃഷ്ണന്മാരുടെ മധുരയിലേക്കുള്ള യാത്രയായിരുന്നു പാരായണം. അക്രൂരൻ വന്ന് അവരെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഭാഗമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനാ ശ്ലോകത്തോടുകൂടി ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നു. ഓം തത്സത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മതീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേതാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ജന്മാദസ്യേതുന്നയാദിതരതച്ചാത്വേഷഭിജ്ഞസ്വരാ തേനേ ബ്രഹ്മഹൃദായാദി കവയേ മുഹ്യന്തി യൽസൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ധർമ്മപ്രോജിതകൈതമോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധനേത്ര പൃഥ്വീ ശുശ്രൂഷുഭിः തക്ഷണാത്. നിഗമകൽപതലോദ്ഗളിതം ഫലം ശുഗമുഖാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 39-ാമത്തെ അധ്യായം. രാമകൃഷ്ണന്മാർ മധുര യാത്രയിലേക്ക് പുറപ്പെടുകയാണ്. ഗോപികമാർക്ക് ദുഃഖം സഹിക്കാൻ കഴിയാതെ അവർ വിലപിക്കുന്നു. അക്രൂരൻ വഴിയിൽ വെച്ച് ഭഗവാനെ ദർശിക്കുന്നു. ഇതൊക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അത ദശമസ്കന്ധ ഏകോനത്രിംശത്തമോധ്യായ. ഓം ശ്രീശുഗോവാച. സുഖോപവിഷ്ടപര്യങ്കി രാമകൃഷ്ണോരുമാനിത ലേഭേ മനോരഥാൻ സർവാൻ പതിയാൻ സചകാരഃ. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ തഥാപി തത്പരാ രാജൻ നഹി വാഞ്ഛന്തി കിഞ്ചന. സായന്തനാശനം കൃത്വാ ഭഗവാൻ ദേവകീസുതാ സുഹൃത്സുഹൃത്തം കംസസ്യ പപ്രച്ഛാന്യചികീർഷിതം. ശ്രീഭഗവാനുവാച സാധു സൗമ്യഗതഃ സ്വാഗതം ഭദ്രമസ്തു വാ അഭീസ്വജ്ഞാദിബന്ധൂനാം മനമീവ മനാമയം. ഓം ശ്രീകൃഷ്ണായ നമഃ. കിം नु न कुशलं पृच्छे ये धमानि कुलामये कंसे मातुलनान्यङ्ग स्वानां नस्तत्वजासु च. अहो अस्मदभूरि पित्रोर्भजतमैर्यो यद्धेदो पुत्रमरणं यद्धेदोर्बन्धनं यत्तयो.
दिष्टादिदर्शनं स्वानां मह्यं वः सञ्जातं वर्ण्यतां तात तवागमनकारणम्। श्रीसुगवाच वृष्ट्यो भगवता सर्वं विष्णुमायेन माधव वैरानुबन्धं ദേവതോദ്യമം. ഇതിൻ്റെ അകത്ത് വർണ്ണയാമാസ മാധവാണ്. യൽസന്ദേശോ യദർത്ഥം വാ ദൂതസംപ്രേഷിത സ്വയം യദുക്തം നാരദീനാസ്യ സ്വജന്മാനഗതുന്ദുഭേ. ശ്രുത്വാ ക്രൂരവച കൃഷ്ണോ ബലസ്സ പരവീരഃ രഹസ്യനന്ദം പിതരം രാജ്ഞോദിഷ്ടം വിജജ്ഞതു. ഓം ശ്രീകൃഷ്ണായ നമഃ. ഗോപാല സമാധിശത്സോഭി ഗൃഹ്യതാം സർവഘോരസ ഉപായനാനി ഗൃഹ്ണീത്വം യുജ്യന്താം ശകടാനി ച. യാസ്യാമശോ മധുപുരീം ദാസ്യാമോ നൃപതോജസാൻ ദൃശ്യാമ സുമഹത്പർവാ യാന്തി ജാനപദാ കില ഏവമാഘോഷയച്ഛത്ര നന്ദഗോപസുഗോകുലേ. ഗോപ്യസ്താദുപശ്രുത്യ ബഭൂർവിദിധാഭൃശം രാമകൃഷ്ണോ പുരീം നേതും അക്രൂരം വ്രജമാഗതം. കശ്ചിത് തത്കൃതകൃതാവാം ശ്വാസമ്ലാനമുഖശ്രിയാ സംസ്രദ്ധുകുലവലയ കേശഗ്രന്ഥ്യശ്ച കാശ്ചന. ഓം ശ്രീകൃഷ്ണായ നമഃ. അന്യാശ്ച തദനുധ്യാന നിവൃത്താശേഷവൃത്തയാ നാഭ്യജാനന്യമം ലോകം ആത്മലോകം ഗതാ ഇവ. സ്മരന്ത്യസ്തപരാശൗരേ അനുരാഗസ്മിതേരിതാ ഹൃസ്പർശ ചിത്രപദാ ശിരസം മുമുഹുസ്ത്രിയാ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഗതിം സുലളിതാം ചേഷ്ടാം സ്നിഗ്ധഹാസാവലോകനം ശോകാപഹാനി നിർമ്മാണി ക്രോധാമച്ചരിതാനി ച. ചിന്തയന്യോ മുകുന്ദസ്യാഭീതാ വിരഹകാതരാ സമേതാ സംഘസ ക്രോജോരശ്രുമുഖ്യോച്യുതാശയാ. ഗോപികമാരൊക്കെ ഭഗവാൻ പോകുന്നത് അറിഞ്ഞിട്ട് ഭഗവാൻ നമ്മളെ വിട്ടു പോവുകയാണോ, എന്നേക്കും പിരിയുകയാണോ എന്നുള്ള ഭീതിയോടുകൂടി അവർ വിലപിക്കുന്ന ഭാഗമാണ്. ഗോപ്യാവൂച്ചു അഹോ വിദാതസ്തവനക്കുചിദ്ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിന താം ശാന്തധാർത്താൻ വിനയുംഷ്യപാത്തകം വിക്രീഡിതം തേർപകചേഷ്ടിതം യഥാ. യസ്ത്വം പ്രദസ്യാസിതകുന്തളാവൃതം മുകുന്ദവക്രം കപോലമുന്നസം ശോകാപനോദസ്മിത ലേശസുന്ദരം കരോഷി പാരോഷ്യ വസാദു തേ കൃതം. ക്രൂരസ്തമക്രൂരസമാഖ്യയാത്മന ചക്ഷുർഹിദത്തം ഹരസേവതാജ്ഞവത് ഏനൈകദേശേ കില സർഗസൗസ്തവം ത്വദീയമധ്രാഷ്മവയം മധുർദിശാ. നഗന്ധസൂനുക്ഷണഭംഗ സൗഹൃദ സമീഷ്യസേന സ്വകൃതാതുരാപദ വിഹായ ഗേഹാൻ സ്വജനാൻ സുരാൻപതി തഥാസ്യമധോപഗതാ നവപ്രിയാ. അക്രൂരനെ കൂടെ ശപിക്കുകയാണ് ഭഗവാനെ കൂട്ടിയിട്ട് പോകാൻ വന്നതിന്. സുഖം പ്രഭാധാരജനീയമാശിഷ സത്യാ ബഭൂവു പുരയോഷിതാം ധ്രുവം യാസം പ്രവിഷ്ടസ്യ മുഖം വ്രജസ്പതി കാസ്യന്ത വാങ്കോത്കലിതസ്മിതാസവം. താസാം മുകുന്ദോ മധുഭഞ്ജുഭാഷിതേ ഗൃഹീതചിത്തപരവാൻ മനസ്സുഭി. കഥം പുനർന പ്രതിയാസിതേ ബലാഗ്രാമ്യ സലജ്ജസ്മിത വിഭ്രമൈർഭ്രമൻ. അദ്യ ധ്രുവം തത്ര ദൃശോ ഭവിഷ്യതി ദാശാകഭോജാന്തകവൃഷ്ണിസാത്വതാം മഹോത്സവ ശ്രീരമണം ഗുണാസ്പദം ദൃശ്യന്തി യേ ചാധ്വനി ദേവകീസുതം. മൈതദ്വിധസ്യ കരുണസ്യ നാമ ഭൂതക്രൂര ഇത്യേതദരീവദാരുണായോ സാവനാശാസ്യ സുദുഃഖിതം ജനം പ്രിയാപ്രിയം നേഷ്യതി പാരമധ്വന. അനാർദ്രധീരേഷ സമാസ്ഥിതോരഥം തമന്വമീചത് ത്വരയന്തി ദുർമഥ ഗോപാ അനോഭിസ്തവിരേരുപേക്ഷിതം ദൈവം ജനോദ്യ പ്രതികൂലമീഹതേ. നിവാരയാമ സമുപേത്യ മാധവം കിം നോ കരിഷ്യൻ കുലവൃത്തബാന്ധവ മുകുന്ദ സംഘാ നിമിഷാർത്ഥ ദുസ്ത്യജാ
ദൈവേന വിധ്വംസിത ദീനചേതസാ യസ്യാനുരാഗലളിതസ്മിത വൽകുമന്ത്ര ലീലാവലോക പരിരംഭണരാസഗോഷ്ട്യാം നീതാസ്മനക്ഷണമിഹക്ഷണദാവിനാദം ഗോപ്യകദം നബിത്തരേമ തമോദുരന്തം വ്രജമനന്തസഖപരീതോ ഗോപൈർവിശൻ പുരരജശ്ചുരിതാളകസ്രത് വേണുവണൻ സ്മിതകടാക്ഷ നിരീക്ഷണേന ചിത്തം ക്ഷണോദ്യ മൃതേനുപദം വേമ. ഭഗവാനെ കാണാതെ ഭഗവാന്റെ വീണുവായന കേൾക്കാതെ എങ്ങനെയാണ് ഇനി നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിലപിക്കുന്ന ഭാഗം, ഗോപികമാർ വിലപിക്കുന്ന ഭാഗമാണ് പാരായണം ചെയ്തത്. ശ്രീശുഗോവാച ഏവം ബ്രുവാണാ വിരഹാതുരാദൃശം രജസ്ത്രിയ കൃഷ്ണ വിഷക്തമാനസ വിസൃജ്യ ലജ്ജാം രുരുദുസ്മസുസ്വരം ഗോവിന്ദ ദാമോദര മാധവേദി ഗോവിന്ദ ദാമോദര മാധവേദി ഗോവിന്ദ ദാമോദര മാധവേദി. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീനാമേവം ദുരന്തേനാമുദിതേ സവിതര്യഥാ അക്രൂരശ്ചോദയാമാസ ഹൃദമൈത്രാദിഗോരഥം ഗോപാസ്ത്വമനുസ്വത്സഞ്ജന്ത നന്ദാദ്യാചകടൈസ്തഥാ ആധായോപായനം ഭൂരി കുംഭാൻ ഘോരസംവൃതാൻ ഗോപ്യശ്ചുദൈതം കൃഷ്ണ മനുവ്രജ്യ അനുരഞ്ജിത പ്രത്യാദേശം ഭഗവത കാംക്ഷന്ധ്യശ്ചാവതസ്ഥിരേ താസ്തദാ. ഓം ശ്രീകൃഷ്ണായ നമഃ. താസ്തഥാ ത്രപ്യതീർവീച്യ സ്വപ്രസ്ഥാനീതുത്തമ സ്വാന്തയാമാസ സപ്രമീ രായാസ്യ ഇതി ദൗത്യതേ. യാവദാലക്ഷ്യതേ കേതു ആവദ്രേണുരഥസ്യ ച അനുപ്രസ്ഥാപിതാത്മാനോ ലേഖ്യാനീവോപലക്ഷിതാ. താ നിരാശാ നിവൃതുർ ഗോവിന്ദ നിവർത്തനേ വിശോകാഹനീ നിന്യുർ ഗായന്യ പ്രിയചേഷ്ടിതം. ഭഗവാനപി സംപ്രാപ്തോ രാമാക്രൂരയുധോ നൃപാരതേന വായുവേഗേന കാളിന്ദീമനാശിനീം തത്രോപസ്പൃശ്യ പാനീയം പീത്വാ മൃഷ്ടം മണിപ്രഭം വൃക്ഷഷണ്ഡമുപവ്രജ്യ സരാമോരതമാവിശത്. അക്രൂരസ്താവുപാമന്ദയ നിവേശ്യ ശരഥോപരി കാളിന്ദ്യാ പ്രഥമാഗത്യ സ്നാനം വിധിവദാവചരത്. കാളിന്ദി തീരത്തെത്തിയപ്പോൾ ഭഗവാൻ ബലരാമസ്വാമിയും വെള്ളമൊക്കെ കുടിച്ച് കാൽ കഴുകി മരച്ചുവട്ടിൽ റെസ്റ്റ് എടുക്കാൻ തുടങ്ങുമ്പോൾ അക്രൂരൻ കുളിച്ച് വിധി പ്രകാരം കുളിച്ച് പ്രാർത്ഥന ചെയ്യുവാൻ വേണ്ടി കാളിനിയിൽ ഇറങ്ങുമ്പോഴാണ് അപ്പോൾ അവിടെ ഭഗവാനെ കാണുന്ന ഭാഗവും ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാട്ടി അക്രൂരനെ അനുഗ്രഹിക്കുന്ന ഭാഗവും ഒക്കെയാണ് അടുത്തതായിട്ട് പാരായണം ചെയ്യാൻ പോകുന്നത്. ഓം തത്സത്. നിമജ്യ തസ്മിൻ സലിലേ ജപൻ ബ്രഹ്മ സനാതനം താവേവ ദദൃശേ ക്രൂരോ രാമകൃഷ്ണോ സമന്വിതോ. തൗരദസൗ കഥമിവ സുധാവാനകധുന്നുപേ തർഹിസ്യന്ദനേനസ്ത ഇത്യുദ്മജ്യ വ്യജഷ്ടസാ. തത്രാഭിജയതാ പൂർവം ആസീനോ പുനരേവ സാ നിമജ്യത് ദർശനം യന്മേ വൃഷാകിം സലിലേ തയോ. ഭൂയസ്തത്രാഭിസോദാചേത് സ്തൂയമാനമഹീശ്വരം സിദ്ധചാരണഗന്ധർവൈ അസുരൈർനതകന്ധരൈ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സഹസ്രശിരസം ദേവം സഹസ്രഫണമൗലിനം നീലാംബരം വിസശ്വേതം ശൃംഗീശ്വേതം വിവസ്ഥിതം. തസ്യോത്സംഗേ ശ്യാമം പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മപത്രാരുണേക്ഷണം ചാരുപ്രസന്നവദനം ചാരുഹാസനിരീക്ഷണം ശുഭ്രന്നുസം ചാരുകർണം സുഖപോലാരുണാദ്വരം പ്രലംബീവരഭുജം തുംഗാസോരസ്ഥലസ്ത്രിയം കമ്പുഖണ്ഡം നിമ്നനാഭിം വലിമത്പല്ലവോദരം ബൃഹത്കടിതടശ്രോണി കരഭോരുദ്വയാന്വിതം ചാരുജാനുയുഗം ചാരുജംഗായുഗള സംയുതം
തുംഗുൽപാരുണനക പ്രാതദ്ദീതിവിർവൃതം നവാങ്കുല്യം കുഷ്ടദളൈർ വിലസത്പാദപങ്കജം സുമഹാകണം മണിവ്രാത കിരീടകടകാംഗദൈ കടിസൂത്ര ബ്രഹ്മസൂത്ര ഹാരനൂപുരകുണ്ടലൈ വ്രാജമാനം പത്മകരം ശംഖചക്രഗദാധരം ശ്രീവത്സവക്ഷസംഭ്രാജ കൗസ്തുഭം വനമാലിനം സുനന്ദനന്ദപ്രമുഖേ പാർശ്വദേശനകാദിഭി സുരേശേ ബ്രഹ്മരുദ്രാധീർ നവഭിശ്ച ദ്വിജോത്തമേ പ്രഹ്ലാദ നാരദ വസുപ്രമുഖീർ ഭാഗവതോത്തമേ സ്തൂയമാനം പൃഥഗ്ഭാവേ വജോ വിരവിലാത്മകീ ശ്രിയാ പുഷ്ട്യാഗിരാ കാമ്യ കീർത്യാ തുഷ്ട്യേളയോർജയാ വിദ്യയാ വിദ്യയാ ശക്ത്യാ മായയാ ജനിഷേവിദം വിലോക്യ സുഭൃശം പ്രീതു ഭക്ത്യാ പരമയായുധാ ദുഷ്യത്തനുരുഹോ ഭാവ പരിക്ലിന്നാത്മലോചന ഗിരാഗദ്ഗദയാ സ്തൗഷി സ്വത്വമാലംബ്യ സാത്വനി പ്രണമ്യ മൂർധ്നാ വഹിത കൃതാഞ്ജലി പുരശ്ശനേ. ഓം തത്സത്. ഇതി ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരപ്രതിയാനേ ഏകോനചത്വാരിംശത്തമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്ത അധ്യായം മുഴുവൻ അക്രൂരൻ ആ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണ്. അക്രൂര സ്തുതി എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഭാഗം. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നാരായണീയം ഭാഗവത കീർത്തനത്തോടുകൂടി സമർപ്പിക്കുന്നു. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത ഗതിനവനീതഹര കൃഷ്ണ തുളസി ഗതിനവനീതഹര കൃഷ്ണ തരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീധാമധര ദേവാ ജയ ജയ ഭാഗവത ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവജന ദേവാ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരിവൃത സ്തുതിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. ഓം തത്സത്.
നിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാ